ഈ വീഡിയോക്ക് തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത പ്രവാസിയുടെ പെരുന്നാൾ എന്ന ഷോർട്ട് റീലിന്റെ താഴെ വന്ന കുറച്ച് സംശയങ്ങളാണിത്. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളായിരിക്കാം. ഭർത്താവ് അറിയാതെ ഭാര്യയെ ഇങ്ങോട്ട് ഗൾഫിലേക്ക് കൊണ്ടുവന്ന് സർപ്രൈസ് കൊടുത്ത സംഭവത്തിന് ഞാൻ ദൃസാക്ഷിയായ ഒരെണ്ണം ഞാൻ വീഡിയോസ് ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കട്ടെ. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ പാഷാണം ഷാജി, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സജു നവോദയ വെച്ച് നമ്മളൊരു ആൽബം ചെയ്തിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഷാജി നാട്ടിലേക്ക് പോകാനായി ഒരുങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അടുത്ത ദിവസം ഷാജിയുടെ ജന്മദിനാണ്. ഓക്കെ, അപ്പോൾ ബർത്ത്ഡേ ഇവിടെ ദുബായിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൂടെ എന്ന് വെച്ചപ്പോൾ ഷാജി പറഞ്ഞു, അയ്യോ അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, നാട്ടിലാണെങ്കിലും തൊട്ടടുത്ത കുറച്ച് ഫ്രണ്ട്സുകളും നമ്മുടെ ഫാമിലിയും ഒക്കെ ഒത്തുകൂടുന്ന ഒരു ചെറിയ ഒരു പാർട്ടി മാത്രമാണ് ഉണ്ടാകാറ്. എന്നാൽ ഇപ്രാവശ്യം അതൊരു വലിയ പാർട്ടി തന്നെ ആക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഷാജിയെ ഇവിടെ പിടിച്ചു നിർത്തി. ദുബായ് കറാമയിലുള്ള സുൽഫി സ്റ്റുഡിയോയിൽ വെച്ച് എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് ഒരു വലിയ ഗ്രാൻഡ് ബർത്ത്ഡേ ഫംഗ്ഷൻ തന്നെ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ പ്രോഗ്രാമിൽ വെച്ച് ഷാജി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഔട്ട് ഓഫ് കൺട്രിയിൽ വെച്ച് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കുന്നത്. എൻ്റെ ഭാര്യ ഈ ബർത്ത്ഡേ ആഘോഷവും കാത്ത് നാട്ടിലിരിക്കുകയാണ്. അവളുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു വലിയ ഫംഗ്ഷനിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഭാര്യയോട് അത്രക്ക് സ്നേഹമാണോ എന്നുള്ള നമ്മുടെ ആങ്കർ ചോദ്യത്തിന് ഉത്തരമായിട്ട് തൻ്റെ ഷർട്ട് അയച്ച് നെഞ്ഞിൽ ഭാര്യയുടെ ചിത്രം പച്ച കുത്തിയത് തുറന്ന് കാണിച്ച് തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കേക്ക് മുറിക്കുന്ന സമയമായി. അതിന് മുന്നോടിയായി, ഈ കേക്ക് മുറിക്കുന്നതിന് മുന്നോടിയായിട്ട് എൻ്റെ ഖൽബിലെ വെണ്ണിലാവു നീ എന്ന പാട്ട് 2 വരി മൂളാൻ വേണ്ടി ഷാജിയെ നിർബന്ധിച്ചു. പാട്ട് പാടിക്കൊണ്ടിരിക്കെ കൂടെ പാടാൻ എന്നോണം സദസ്സിൽ നിന്നും ബുർഖ ധരിച്ച് മുഖം മറച്ച ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേജിലെത്തി അവൾ മുഖമറ നീക്കിയപ്പോഴാണ് ശരിക്കും ഷാജി ഞെട്ടിയത്. താൻ ഇത്രയും നേരം വാ തോരാതെ സംസാരിച്ച തൻ്റെ ഭാര്യ ഇതാ മുന്നിൽ. ഈ പ്രോഗ്രാമിന് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഭാര്യയോട് ഫോണിൽ സംസാരിച്ചതാണ്. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിക്ചർ എടുത്ത് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഭാര്യ ഈ സദസ്സിലുള്ള വിവരം ഈ കെണി ഒപ്പിച്ച ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ. ഇന്നിപ്പോ ഇതൊന്നും വലിയൊരു സംഭവം ഒന്നല്ല, കാരണം ടെക്നോളജിയാ. ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ഉത്തരമായല്ലോ. അത് നമ്മൾ റീൽസിന് വേണ്ടി മെനഞ്ഞ കഥയാണെങ്കിലും ഈ സൗഹൃദം എന്ന് പറയുന്നുണ്ടല്ലോ, എപ്പോഴും ഒരു മധുരമുള്ള ഉത്തരവാദിത്തമാണ്, ഹാനികരമല്ലാത്തൊരു ലഹരിയാണ്. അങ്ങനത്തെ ഒരു സൗഹൃദം നമുക്കുണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരാണ്.